ഹായ്, നമ്മൾ ലാറ്റക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഒരു മെട്രിക്സ് അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനൻറ്റ് എങ്ങനെ ടൈപ്പ് ചെയ്യാം, പിന്നെ ഒരു സ്പ്ലിറ്റഡ് ഫംഗ്ഷൻ, നമ്മുടെ മാത്തമാറ്റിക്സിനകത്ത് സ്വതവേ നമ്മൾ കാണുന്ന ഒരു ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത് x+1 if x<3 അങ്ങനെയുള്ള സ്പ്ലിറ്റർ ഫംഗ്ഷൻ എങ്ങനെ ടൈപ്പ് ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ എന്താണ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓഫ് ഫംഗ്ഷൻസ് വിച്ച് ഈസ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. അതായത് റോയായും കോളമായും നമ്പറുകളെ അല്ലെങ്കിൽ ഫംഗ്ഷനുകളെ അറേഞ്ച് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ആ മെട്രിക്സ്. ഇത് നമുക്ക് പാക്കേജുകളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ അതൊന്നും ഇല്ലാതെ വെറുതെ ഡോക്യുമെൻറ്റ് ക്ലാസ്, ബിഗിൻ ഡോക്യുമെൻറ്റ്, എൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ ഇടയിൽ നമുക്ക് ഈ സാധനം മെട്രിക്സ് എങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇത് വളരെ കാണാതെ പഠിക്കാതെയൊക്കെ തന്നെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കാൻ പറ്റും. അപ്പം നമുക്ക് എന്തായാലും അത് നോക്കാം. അപ്പം ഇത് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ നോക്കാം. എ ബി സി എക്സ് വൈ ഇസഡ് യു വി ഡബ്ല്യു, ഇതാണ് എൻ്റെ മെട്രിക്സിന്. അതായത് 3 റോയും 3 കോളമുള്ള ഈ മെട്രിക്സ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെ. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ആൾക്കാരാണ് പ്രധാനമായിട്ട് ഇതിന് വേണ്ടത്. ബിഗിൻ അറേ, എൻഡ് അറേ. അറേ മീൻസ് നീളത്തിലും വീതിയിലും അറേഞ്ച് ചെയ്യുക. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് അറേ. റെക്ടാങ്കുലർ അറേ ഓഫ് എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡെഫിനേഷൻ തന്നെ. അപ്പോൾ ബിഗിൻ അറേ, എൻഡ് അറേ, ഇതാണ് അതിൻ്റെ കമാൻഡ്. ഇതാ ഓർത്തങ്ങ് വെച്ചേക്കുക. പിന്നെ ഈ ബ്രാക്കറ്റിൽ ഒരു LCR എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. അതെന്തിനാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാമേ. അതും അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതെന്താണെന്ന് അറിയാൻ വയ്യാതെയാണ് പല കുട്ടികളും ഈ ലാറ്റക്ക് കാണാതെ പിടിച്ച് വെച്ചുകൊണ്ട് പോവുക. അപ്പോൾ നിങ്ങളതുപോലെ ആവരുത്. നിങ്ങളെന്തായാലും ഇതെന്താണെന്നുള്ളത് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഞാനത് പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. അപ്പം LCR പരീക്ഷയ്ക്ക് ചിലപ്പം ലാറ്റക്കിൻ്റെ പരീക്ഷയ്ക്ക് വൈവ സമയത്ത്, പരീക്ഷ നടക്കുന്ന സമയത്ത് വേണമെങ്കിൽ സാറിന് ചോദിക്കും എന്താ ഈ LCR അല്ലെ എന്തിനാണ് അത് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എന്തായാലും തൽക്കാലം അത് LCR എന്ന് എഴുതുമെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇവിടെ എനിക്ക് ഈ A B C, ഈ ഓരോ റോയെയും തിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ സ്ലാഷ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അതായത് ഓരോ ലൈനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ പിന്നെ നമുക്കൊരു ഇവിടെ 3 റോയാണ് ഉള്ളത് പ്രധാനമായിട്ടും. 4ാമതൊരു റോ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എൻഡ് ലൈൻ കൊടുക്കാത്ത. അവിടെ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഇൻഎഫക്റ്റ് അത് സെയിം തന്നെയാണ്. അപ്പം ഇത് ഇതിനെ ഈ എഴുതിയിരിക്കുന്ന ഒരു സംഭവം കേട്ടോ, അതിനെ ഒരു ഡെലിമീറ്റർ എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് ഡെലിമീറ്റർ എന്ന് വിളിക്കുന്നത്. ഇതുപോലെ പല ഡെലിമീറ്ററുകളുണ്ട്. നമ്മൾ എന്തായാലും ഇവിടെ ഉപയോഗിക്കുന്ന ഡെലിമീറ്റർ എന്ന് പറയുന്നത് ഇതാണ്. സ്ലാഷ് എഴുതിയിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള സ്ക്വയർ ബ്രാക്കറ്റ്, അത് നമ്മുടെ കീബോർഡിൽ തന്നെയുണ്ട്. അത് ഒരിക്കലും ഇതിൻ്റെ അകത്ത് കാണിക്കത്തില്ല. ആ ഡെലിമീറ്ററിൻ്റെ അകത്ത് വേണം നമ്മളിത് എഴുതാനായിട്ട്. അപ്പോൾ ഇത് ഇവിടെ ഇത്ര സ്പേസ് കയറ്റി ഇങ്ങോട്ട് തന്നെ എഴുതണമെന്നില്ല കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് മാറ്റി എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനത് ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ അവിടെ ആയി. അപ്പോൾ 2 ഡെലിമീറ്റർ. അപ്പോൾ ഓർത്ത് വെക്കുക, 2 ഡെലിമീറ്ററിൻ്റെ അകത്ത് ബിഗിൻ അറേയും എൻഡ് അറേയും കൊടുക്കുക. ബിഗിൻ അറേയുടെ കൂട്ടത്തിൽ എന്ത് കൊടുക്കുക? LCR എന്ന് കൊടുക്കുക. പിന്നെ വേണ്ട കാര്യങ്ങൾ എന്താണോ ആ മെട്രിക്സിനകത്ത് വരുന്ന A² ആണ് A², B² ആണ് B², C² ആണ് C², എന്താണെന്ന് വെച്ചാൽ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോ അതിൻ്റെ അകത്ത് സപ്പോസ് A² ആണ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ കണ്ടോ, ഇവിടെ A² ആണ്. എന്താണോ ആ എലമെൻറ്റ് അങ്ങ് കൊടുക്കുക അവിടെ. അപ്പോൾ A², B², ഇപ്പോൾ എന്താണോ വരുന്നത് അത് അവിടെ കൊടുക്കുക. അതിനെ തമ്മിൽ ഓരോ എലമെൻറ്റുകളെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ സിമ്പിൾ, ആ നീല കളറിൽ കാണുന്ന ആ സാധനം വെച്ച് നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ എലമെൻറ്റ് എഴുതുക. എഴുതി ആദ്യത്തെ എലമെൻറ്റ് എഴുതി അടുത്ത കോളത്തിലേക്ക് കടക്കാനുള്ള ഒരു സൂചനയായിട്ട് ആംബേഴ്സൻറ്റിനെ കണക്കാക്കുക. എന്നിട്ട് അടുത്ത കോളത്തിലുള്ള എലമെൻറ്റ് എഴുതി അതിൻ്റെ അടുത്ത കോളത്തിലെ എലമെൻറ്റ്, ഇനി അടുത്ത റോയാണ് വരുന്നതെങ്കിൽ ആ റോയുടെ അവിടെ വെച്ച് സ്ലാഷ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഓരോ മെട്രിക്സും എഴുതാൻ സാധിക്കും. ഓക്കെ, ഞാൻ ആ ഒരു എക്സാമ്പിൾ തന്നെ ഇത് കണ്ടോ. ഇത് ഈ ഡെലിമീറ്ററാണ്, ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഡെലിമീറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു ഡിസ്പ്ലേ മാത്ത് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അത് നടുക്കായിട്ട് വരും. എന്നാൽ നേരെ മറിച്ച് ഈ ഓപ്പൺ ബ്രാക്കറ്റാണ് അവിടെ ഇടുന്നതെങ്കിൽ അതെന്താ പറ്റുക? ഒരറ്റത്തോട്ട് മാറി ഒരു ഇടയിലോട്ട് അറ്റത്തോട്ട് മാറി ഒരു സൈഡിലായിട്ട് കിടക്കും. എവിടെയൊക്കെ സ്ക്വയർ ബ്രാക്കറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നടുക്കളിലോട്ട് പോവുകയും ചെയ്യും. അത് മനസ്സിലാക്കി വെച്ചേക്കുക. ഈ ഡെലിമീറ്റർ അല്ലെങ്കിൽ ഈ ഡെലിമീറ്റർ വേണോ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനങ്ങനെ അത് രണ്ടും യൂസ് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്ത് വേറൊരു സാധനം ഇവിടെ എഴുതി 100 നമ്പറുകൾ കൊടുത്ത് എഴുതി ഒരു മെട്രിക്സ് കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്താണ് LCR എന്താണെന്ന് പറയാം. ഞാനിവിടെ LCRന് പകരം L എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ. നിങ്ങൾ അതിൻ്റെ വ്യത്യാസം ശ്രദ്ധിച്ചോണേ. കണ്ടോ, എല്ലാം എന്തായി? ലെഫ്റ്റ് അലൈൻമെൻ്റ് ആയി. എല്ലാ ആൾക്കാരും ലെഫ്റ്റിലേക്ക് മാറി. ഇനി R എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? 3 R കൊടുത്തു. എന്നിട്ട് ഞാൻ FI ചെയ്യുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം,
എന്താ സംഭവിക്കണ്ടോ, എല്ലാവരും റൈറ്റ് അലൈൻഡായി. ഇതെല്ലാം ഈ അറ്റം ചേർന്ന് വന്നു. ഇനി നേരെ മറിച്ച് സി ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. എല്ലാം സി എന്ന് കൊടുത്തിട്ട് F5 അടിക്കുകയാണെങ്കിൽ എന്ത് പറ്റും കണ്ടോ, എല്ലാം സെൻട്രലായിട്ട് വരുന്നുണ്ട്. ഓരോ അതിൻ്റെ അകത്ത് വരുന്ന ആൾക്കാരെയും സെൻട്രലൈസ് ചെയ്തു. അതായത് ലെഫ്റ്റ്, ഇത് നമ്മളിവിടെ സ്വാഭാവികമായിട്ട് കൊടുക്കുന്നത് LCR എന്നാണ് കൊടുത്തിരിക്കുന്നത്, LCR. ആദ്യത്തെ ലെഫ്റ്റ് അലൈൻമെൻറ്റ്, നടുക്കത്ത് സെൻട്രൽ അലൈൻമെൻറ്റ്, ബാക്കിയുള്ളത് റൈറ്റ് അലൈൻമെൻറ്റ്. ഇങ്ങനെ ആ ഒരു മെട്രിക്സിനെ ഏത് സൈഡിലാണ് ആ വരുന്ന ഡിജിറ്റുകൾ നിൽക്കേണ്ടതെന്ന് തീരുമാനിക്കുന്ന ആളാണ് ഈ LCR എന്ന് പറയുന്നത്. അത് നമ്മളവിടെ കൊടുക്കണം, അതിൻ്റെ അലൈൻമെൻറ്റ് എന്നുള്ളത് ചെയ്യുക. അതാണ് ഈ രണ്ടാമത്തെ മെട്രിക്സിനകത്ത് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നുണ്ടാവും, സാറേ ഇതിന് മെട്രിക്സ് നമ്മൾ എഴുതുമ്പോൾ സാറേ സ്ക്വയർ ബ്രാക്കറ്റുകൾ വേണം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഓപ്പൺ ബ്രേസ് വല്ലതും വേണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യത്യാസവും ഇല്ല. ആകെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റാണ് അവിടെ വരുന്നതെങ്കിൽ /ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക, /ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ്. അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, /റൈറ്റ് ആ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക, /ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക, /റൈറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെട്രിക്സിൻ്റെ നമുക്കെന്താ ആ മെട്രിക്സിനെ കവർ ചെയ്തുകൊണ്ടുള്ള ആ സിമ്പിളായി. ഇനി നേരെ മറിച്ച് എനിക്ക് ഈ സ്ക്വയർ ബ്രാക്കറ്റ് വേണ്ട, ഇച്ചിരി വളഞ്ഞ ബ്രാക്കറ്റ് മതി, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, /ലെഫ്റ്റ് ഓപ്പൺ ബ്രാക്കറ്റ് /റൈറ്റ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നു. ഇനി നേരെ മറിച്ച് നമുക്ക് മെട്രിക്സ് പഠിക്കുന്നവർക്ക് എന്തായാലും ഡിറ്റർമിനൻറ്റ് പഠിച്ചു പറ്റും. ഡിറ്റർമിനൻറ്റ് എങ്ങനെ ടൈപ്പ് ചെയ്യും, ഡിറ്റർമിനൻറ്റ് ടൈപ്പ് ചെയ്യുന്നതും ഇതേപോലെ തന്നെ എലമെൻറ്റ് കഴിക്കുക. അതിനുള്ള സിമ്പിൾ എന്ന് പറയുന്നത് മോഡുലസിൻ്റെ, നമ്മൾ മോഡുലസിന് അടിച്ച അതേ സാധനം തന്നെ /ലെഫ്റ്റ് മോഡുലസിൻ്റെ സിമ്പിൾ കൊടുക്കുക. അത് നമ്മുടെ കീബോർഡിൽ ഈ സ്ലാഷ് സിമ്പിൾ വരുന്നതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ കിടപ്പുണ്ട്. അത് ഷിഫ്റ്റ് വെച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതി. അപ്പോഴേക്കും നമുക്ക് അവിടെ എന്ത് കിട്ടും, ഡിറ്റർമിനൻറ്റും കിട്ടും. ഇവിടെയൊക്കെ എന്ത് ചെയ്യുക, ലെഫ്റ്റ് അലൈൻമെൻറ്റ്, സെൻട്രൽ അലൈൻമെൻറ്റ്, റൈറ്റ് അലൈൻമെൻറ്റ് എന്നീ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മെട്രിക്സ് ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെ, അപ്പോൾ ഈസി അല്ലേ. എന്താ ഡെലിമീറ്റർ മുകളിലും താഴെയും ഡെലിമീറ്റർ എടുക്കുക, /begin array /end array, അതിൻ്റെ ഇടയിൽ എന്ത് വരിക, അതിൻ്റെ ലെഫ്റ്റ് അലൈൻമെൻറ്റും കൂടെ ബിഗിൻ അറേയുടെ കൂട്ടത്തിൽ കൊടുക്കുക. ബ്രാക്കറ്റ് വരാൻ വേണ്ടി /ലെഫ്റ്റ് ഏത് ബ്രാക്കറ്റാണോ ആ ബ്രാക്കറ്റ്, അത് ഒരറ്റം ചേർന്ന് വരണമെങ്കിൽ ഓപ്പൺ ബ്രാക്കറ്റും നടുക്കുള്ളത്തോട്ട് മാറി വരണമെങ്കിൽ ക്ലോസ്ഡ് ബ്രാക്കറ്റുമാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് നമുക്ക് മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത്. അടുത്തത് മക്കളെ, നമുക്കിത് കണ്ട് ഈ ഒരു ഫംഗ്ഷൻ കൊണ്ട് f(x) = x² x greater than 3 2x - 1 x less than or equal to 3 എന്നിങ്ങനെ ഒരു ഫംഗ്ഷൻ ഇവിടെ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അപ്പോഴും അതും ഇതുപോലെ തന്നെ ഇതും ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചു ഇത് ഒന്നാമത്തെ കോളം, ഇത് രണ്ടാമത്തെ കോളം ആയിട്ട് സങ്കല്പിക്കുക. 1 2 3 4, അത് 2x2 ഒരു മെട്രിക്സ് ആയിട്ട് സങ്കല്പിച്ചാൽ 2 എലമെൻറ്റ് വരുന്ന അതേപോലെ തന്നെയുള്ളൂ. അപ്പോൾ ഇതും ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെയും എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഒരു ബിഗിൻ അറേ അല്ലെങ്കിൽ ഒരു എൻഡ് അറേ യൂസ് ചെയ്തിട്ട് ഇതും നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആ ബിഗിൻ അറേ എൻഡ് അറേ, പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു എക്സ്ട്രാ ആയിട്ട് വരുന്ന കാര്യം ഒരു ഓപ്പൺ ബ്രേസ് ആണ്. അതായത് ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നടുക്കലത്തോട്ട് പോകാൻ വേണ്ടി ഇത് എപ്പോഴും ഈ ഡെലിമീറ്റർ നടുക്കലത്തോട്ട് പോകാൻ വേണ്ടി ഇതും സൈഡിലോട്ട് ഒതുങ്ങാൻ വേണ്ടി ഈ ഒരു ഓപ്പൺ ബ്രാക്കറ്റുമാണ് വേണ്ടി വരുന്നത്. അപ്പോൾ എന്തായാലും ഡെലിമീറ്റർ രണ്ടും കൊടുത്തു. f(x) = /ലെഫ്റ്റ്, നമ്മൾ അവിടുത്തെ പോലെ /ലെഫ്റ്റ് അടിച്ചിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ മെട്രിക്സിന് ഇത് വരുന്ന പോലെ /ലെഫ്റ്റ്, എനിക്കിവിടെ വേണ്ട സെറ്റാണ് വേണ്ട സെറ്റിൻ്റെ. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ സ്ലാഷ് അടിച്ചിട്ട് ഈ ഒരു സിമ്പിൾ കൊടുക്കും. ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടോ, ഈ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാലാണ് എന്ത് വരിക, /ലെഫ്റ്റ് /സെറ്റ് ഈ സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടുത്തെ ഈ ബ്രേസ് ഇവിടെ കിട്ടും. എന്നിട്ട് ബാക്കി നമ്മുടെ ഇക്വേഷൻ ബിഗിൻ അറേ LL എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ്. ലെഫ്റ്റ് അലൈൻമെൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി R എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, റൈറ്റ് അലൈൻമെൻ്റ് ആവും. എന്ന് നോക്കുക, നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഇപ്പുറത്തെ f(x) നിങ്ങളുടെ കണ്ണ് ഇപ്പുറത്തോട്ട് വരിക, ഇത് വലത്തോട്ട് മാറി റൈറ്റ് അലൈൻമെൻ്റ് ആയി. പക്ഷേ നമ്മൾ മാത്സുകാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സുഖമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ലെഫ്റ്റ് അലൈൻമെൻറ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അലൈൻമെൻറ്റ് വ്യത്യാസം വരുത്താൻ വേണ്ടിയാണ്. അത് ബിഗിൻ അറേ അലൈൻമെൻറ്റ് കൊടുക്കുക. എന്നിട്ട് ഓരോ പൊസിഷനിലും വേണ്ട ആൾക്കാർ x² 2x - 1 അടുത്ത കോളത്തിൽ അടുത്ത ഒരു പൊസിഷനിൽ വരുന്ന ആളാണ് x greater than 3 XLEQ 3 എന്ന് വെച്ചാൽ x less than or equal to 3 എന്ന് പറയുന്ന സാധനം. അങ്ങനെ സ്പ്ലിറ്റഡ് ഫംഗ്ഷൻ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് സ്പ്ലിറ്റഡ് ഫംഗ്ഷൻ ചെയ്യുന്നതിൻ്റെ കാര്യം അത് കഴിഞ്ഞിട്ട് /end array /right എന്ന് എഴുതിയിട്ട് ഒരു കുത്തിട്ടേക്കുക. അതല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. അതിൻ്റെ എൻഡ് ചെയ്യിപ്പിക്കാനുള്ളൊരു രീതി എന്ന് പറഞ്ഞാൽ /right ഒരു ഫുൾ സ്റ്റോപ്പിൻ്റെ സിമ്പിൾ. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലിറ്റഡ് ഫംഗ്ഷനായി. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ കഴിഞ്ഞു. ഫംഗ്ഷൻ തന്നെ ഇനി ഇപ്പോൾ ഇനി അറ്റത്ത് വരണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് /ഓപ്പൺ ബ്രാക്കറ്റ് /ക്ലോസ് ബ്രാക്കറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, ഇത് അറ്റം ചേർന്ന് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെട്രിക്സും സ്പ്ലിറ്റർ ഫംഗ്ഷനും ടൈപ്പ് ചെയ്യുന്നത്. ഇത് ഇനി 3 ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ ഇവിടെ എന്ത് ചെയ്യുക, എന്താണ് 3 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലെഫ്റ്റ് അലൈൻമെൻറ്റ് അടുത്ത ലെഫ്റ്റ് അലൈൻമെൻറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, 3 ലെഫ്റ്റ് അലൈൻമെൻറ്റ് 2 അലൈൻമെൻറ്റ് മതി. ഇവിടെ LR എന്ന് എഴുതേണ്ട കാര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 പൊസിഷനല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി 3 ഇനി 2x - 1 3 കഴിഞ്ഞിട്ട് ഒരു 3x - 2 x ഗ്രേറ്റർ ദാൻ എന്തെങ്കിലും സംതിങ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ആ സംഭവം എഴുതി ആൻഡ് എക്സ് എന്ന് പറഞ്ഞു ഇവിടെ ഒരു % ഇട്ട് ഒരു സംഭവം കൂടെ അവിടെ ചേർത്താൽ മതി. ഇവിടെ ലൈൻ വേർതിരിക്കാൻ വേണ്ടി ഡബിൾ സ്ലാഷ് കൊടുക്കുന്ന കാര്യം പ്രത്യേകം ഓർത്തോളുക. ഇതിൻ്റെ അകത്ത് വേറെ ഒരു കാര്യവുമില്ല. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളും കൂടെയാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഇനി പറയാനുള്ളത്. അപ്പോൾ ഒരു ഫുൾ സംഭവം എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ എനിക്കൊരു വര ഇടണം. അപ്പോൾ അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ /ന്യൂ പേജ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സപ്പോസ് നമ്മളിപ്പം ഒരു പേപ്പർ ടൈപ്പ് ചെയ്ത് പോവാണ്. അപ്പോൾ അവിടെ മിച്ചം ഇത്രയും സ്പേസേ ഉള്ളൂ. എന്നാൽ അടുത്ത് നമ്മളൊരു പിക്ചർ ഇൻക്ലൂഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു വലിയ കാര്യം എഴുതുകയോ ഒരു ഹെഡിങ് കൊടുക്കുകയോ ചെയ്യുകയാണ്. അപ്പോൾ അത് ഇടയിൽ കയറി ഇവിടെ വരും. പിന്നെ ബാക്കിയുള്ള സെൻറ്റൻസ് അപ്പുറമായി പോവുകയാണെങ്കിൽ നമുക്കൊരു ഭംഗിയില്ലായ്മ തോന്നും. അപ്പോൾ ഇനി അടുത്ത പേജിൽ ഇനി വരുന്ന കാര്യങ്ങളെല്ലാം അടുത്ത പേജ് മതി എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് /ന്യൂ പേജ്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, അടുത്ത പേജിലേക്ക് പോയി /ന്യൂ പേജ് കൊടുത്തു. എന്നിട്ട് ഇനി നോക്കാം, ഓവർലൈൻ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു കമാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണോ അവിടെ ടൈപ്പ് ചെയ്യുന്നത് അത്രയും സാധനത്തിൻ്റെ മുകളിൽ എന്ത് വരും, ഒരു വര വരും. /അണ്ടർലൈൻ മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്നതിൻ്റെ എല്ലാം താഴത്തായിട്ട് ഒരു അണ്ടർലൈൻ വരും. ഇനി ഓവർബ്രേസ് മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്സിൻ്റെ മുകളിൽ കൂടെ ഇതേപോലൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഈ ഒരു ഓപ്പൺ ബ്രേസ് വരും. അത് ഒരു ഫ്ലവർ ബ്രാക്കറ്റ്, അത് താഴത്താണെങ്കിൽ അണ്ടർ ബ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്ത് ഫ്ലവർ ബ്രാക്കറ്റ് വരും. നിങ്ങൾക്ക് അത്ര മനസ്സിലായോ? ഇനി ഇപ്പം ഈ വൈഡ് ഹാറ്റ് എന്ന് പറയുന്ന ഒരു സിമ്പിളുണ്ട്. വൈഡ് ഹാറ്റ് എന്ന് പറയുന്ന ഒരു സിമ്പിളുണ്ട്. ഞാൻ ഒന്നും കൂടെ വേണ്ട, ഇവിടെ ഓവർ ബ്രേസിൻ്റെ കാര്യം 1-2 കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. നമുക്ക് നോക്കാവേ. ഓവർ ബ്രേസ് ABCDEF ഇതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം, എന്തുവരും. ഈ സാധനം ഇങ്ങോട്ട് നടുക്കോട്ട് വന്നു. ABCDEF എന്ന് പറയുന്ന സാധനം നടുക്കിട്ട് വന്നു. എനിക്ക് ഈ CD എന്ന് പറയുന്നതിൻ്റെ താഴത്ത് ഒരു അണ്ടർ ബ്രേസ് കൂടെ വേണമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അത് ഞാൻ BCDയുടെ താഴെ, അപ്പോൾ ഞാൻ /അണ്ടർ ബ്രേസ് കണ്ടോ, എന്തിനാണോ താഴത്തെ അണ്ടർ ബ്രേസ് വരേണ്ടത് അവിടെ മാത്രമായിട്ട് അതിന് സെപ്പറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ BCD എന്ന് പറയുന്നതിന് മാത്രമായിട്ട് എന്ത് കിട്ടും, ഒരു അണ്ടർ ബ്രേസ് വരും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഈ /വൈഡ് ഹാറ്റ് എന്ന് പറയുന്നത് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. /വൈഡ് ഹാറ്റ് ABC ഉണ്ടോ, ആ ABC എന്ന് പറയുന്നതിൻ്റെ മുകളിൽ ഇതിപ്പോൾ മാത്തമാറ്റിക്സ് എന്ന് എഴുതിയപ്പോൾ അത്രയും വലിഞ്ഞു വന്നില്ല. അത് ഇന്നുകൂടെ കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തേ ഉള്ളൂ. ABC എന്ന് എഴുതി കഴിഞ്ഞാൽ അപ്പോൾ അത്രയും സാധനത്തിന് ക്യാപ്പ് പോലെ വൈഡ് ഹാറ്റ് ഇതേപോലെ ചില സിമ്പിളുകളൊക്കെ നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും. അപ്പോൾ അതങ്ങനെ കൊടുക്കാൻ സാധിക്കും. പിന്നീടുള്ളത് ഇത് കണ്ട സ്റ്റാക്ട്രൽ എന്ന് പറയുന്നൊരു സംഭവമാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നോക്കിയേ, F ഫ്രം A to B അല്ലെങ്കിൽ ഈ F ഫ്രം എന്നുള്ളത് ഞാനങ്ങ് മാറ്റുകയാണ് ഇവിടുന്ന്. ഇപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് F എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ എയിൽ നിന്ന് ആരോ മാർക്ക് F എന്ന് എഴുതണം. ആരോ മാർക്കിൻ്റെ മുകളിൽ ഈ F കയറി വരണം. അപ്പോൾ അതിന് സ്റ്റാക്ട്രൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. അതായത് എക്കും ബിക്കും ഇടയിൽ വരുന്ന, അപ്പം A to B എന്ന് എഴുതി ഓപ്പൺ ബ്രാക്കറ്റ് സ്റ്റാക്ട്രൽ എന്താണോ /സ്റ്റാക്ട്രൽ എന്താണോ മുകളിൽ വരേണ്ടത് അതവിടെ കൊടുക്കുക. ഇപ്പുറത്ത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാക്ട്രൽ എന്ന് പറയുന്നതിൻ്റെ സാധനത്തിനകത്ത് ഉപയോഗിക്കുന്നതിനകത്ത് നമ്മൾ ഫ്രാക്ക് യൂസ് ചെയ്യുന്ന അതേ മീനിങ് തന്നെയാണ് വരുന്നത്.
ഇതുണ്ടോ സ്റ്റാക്ക് റെയിൽ എന്ന് പറയുന്നതിൻ്റെ അകത്ത് സ്ലാഷ് ഫ്രാഗ് 2 ഓപ്പൺ ബ്രേസ് വരുന്ന കണക്കാണ് സ്റ്റാക്ക് റെയിലും വരുന്നത്. 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് മുകളിൽ പോകേണ്ട കാര്യവും എന്തിൻ്റെ മുകളിലാണ് വരേണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന കാര്യം. ഇപ്പോൾ എനിക്കിവിടെ സ്റ്റാക്ക് റെയിലിൻ്റെ മുകളിൽ പോകേണ്ടത് R-ഉം താഴത്ത് കിടക്കേണ്ടത് V-യും ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക? എക്കും ബിക്കും ഇടയിൽ V ഉണ്ട്. ആ വിയുടെ മുകളിലാണ് എന്ത് വരേണ്ടത്? R വരേണ്ടത്. കണ്ടോ? അപ്പം എയും ബിയും എഴുതി സ്റ്റാക്ക് റെയിൽ RV, അതായത് രണ്ട് ആ ഫ്ലവർ ബ്രാക്കറ്റ് അതിൻ്റെ അകത്ത് വരണം. അതിൻ്റെ അകത്താണ് ഇത് ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ അകത്ത് നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന /frame ABC എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. /frame ABC എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു റെക്റ്റാങ്കിളിൻ്റെ അകത്താക്കി വരും. അല്ലെങ്കിൽ ഫ്രെയിം ബോക്സ് എന്ന് പറയുന്ന ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ /framebox happy ഓണം എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമുക്ക് അതിൻ്റെ ലെങ്തും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 7 സെൻറ്റിമീറ്ററാണ് വരുന്നതെങ്കിൽ കണ്ടോണം അതിൻ്റെ ലെങ്ത് കൂടി പോകും. അപ്പോൾ എത്ര സെൻറ്റിമീറ്ററുള്ള സ്ക്വയറിൻ്റെ അകത്താണ് ഇന്ന കാര്യം നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് /framebox എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി അടുത്ത കാര്യങ്ങൾ അടുത്ത വീഡിയോയ്ക്കകത്ത് പറയാം. താങ്ക് യു.